നമുക്ക് വിവാദങ്ങളിലാണ് നല്ല രസം സാധാരണ ഉണ്ടാകുക. പക്ഷേ ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. തെറ്റിദ്ധാരണ ഇതിൽ പരത്താൻ ശ്രമിക്കരുത്. IT-യുടെ വികസനത്തിന് കേരളത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഭൂമി. അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നാം കാണുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറുക. സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നും നിന്നു പോവില്ല എന്നുള്ളതാണ്. പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ IT മേഖലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അതിനുതകും വിധത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക, അങ്ങനെയൊരു സമീപനമല്ല സർക്കാരിനുള്ളത്. ഇവിടെ നാം കാണേണ്ടത് ഇതൊരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് സംവിധാനമാണ്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ഗവൺമെൻറ് നമ്മുടെ മലയാളി സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അവരുമായി വല്ലാത്തൊരു മോശമായ ബന്ധമല്ല നമുക്ക് ഇതേവരെ ഉള്ളത്. അതേസമയം മലയാളികളോട് വൈകാരികമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രദേശവും ഗവൺമെൻറ്റുമാണ് UAE-യും UAE ഗവൺമെൻറ്റും എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. UAE-യിലെയും കേരളത്തിലെയും സർക്കാരുകൾ ഇടപെട്ടുകൊണ്ടുള്ള വിവിധ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുണ്ട്. അതിൻ്റെയെല്ലാം ഭാഗമായുള്ള രണ്ട് ഗവൺമെൻറ്റുകളുടെയും സഹകരണത്തിൻ്റെ ഭാഗമായുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ സ്മാർട്ട് സിറ്റി കരാർ എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലം നമ്മൾ ഏറ്റെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരൊരു പിന്മാറ്റ നയം തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അവരാണ് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടത്. ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നെല്ലാമുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റിയുടെ കൂടി നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം തീരുമാനിക്കാനുള്ള കാര്യമാണ്. കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശമായില്ല, കമ്മിറ്റി ആയതേ ഉള്ളൂ. അവർ പരിശോധിച്ച് വരികയാണ്. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദുബായ് ഹോൾഡിങ്സ് 2017 ദുബായ്ക്ക് പുറത്തുള്ള ഓപ്പറേഷൻസ് നിർത്തുന്നതുമായി തീരുമാനം കൈക്കൊണ്ടു. അതിൻ്റെ കൂടി ഫലമായാണ് നിലവിൽ ഈ ഒരു സാഹചര്യം സ്മാർട്ട് സിറ്റിക്ക് ഉണ്ടായത്. ഇതെല്ലാം ഈ രൂപീകരിച്ച കമ്മിറ്റി കണക്കിലെടുക്കുന്ന നിലയാനുണ്ടാവുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ, ഇത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത്. ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല. സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക. എന്നാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും. അത് വേറെ. പാർക്ക് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥയിൽ തന്നെയാണ് നിൽക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു എന്ന് വരാം, സ്വകാര്യ പദ്ധതികൾ വന്നു എന്ന് വരാം. അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും. ഇപ്പോൾ അവിടെ നിന്നടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ. ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ. ഇപ്പോൾ 246 ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി SPV രൂപീകരിച്ചത്. ഈ 246 ഏക്കർ ഭൂമി കേരളത്തിൻ്റെ IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം. ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിൽ 99% സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ്. പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലമില്ല. അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല. സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള 246 ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ IT വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ
കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇത്തരമൊരു നയം സ്വീകരിക്കേണ്ടത്. പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ? സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ സമർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത്. സ്മാർട്ട് സിറ്റി ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ ക്ലോസ് 7.2.1 പ്രകാരം ടീകോമിന് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് പകരം ടീകോമുമായി ചർച്ച ചെയ്ത് പിന്മാറ്റ നയം സംബന്ധിച്ച് അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിനാണ് അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശത്തിന് ഊന്നൽ നൽകിയത്. അതനുസരിച്ച് കേരള സർക്കാരിനോ നോമിനിക്കോ ടീകോമിൻ്റെ ഓഹരികൾ വാങ്ങാനും കരാർ ബാധ്യതകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനും സാധിക്കും. ഇതിലാണ് ഞാൻ പറയുന്നത് കേരള സർക്കാർ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിംവർക്ക് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് നൽകേണ്ടുന്ന ഓഹരി വില കണക്കാക്കാനും തീരുമാനിക്കുകയുണ്ടായി. ഈ നടപടിക്രമങ്ങളിൽ കൂടിയാണ് പിന്മാറ്റ കരാർ തയ്യാറാക്കുന്ന നിലയിലേക്ക് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര തുകയായി ചിത്രീകരിക്കുന്നൊരു നിലയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ടീകോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല, ഇൻഡിപെൻഡൻറ്റ് വാല്യുവറാണ് ഈ തുക തീരുമാനിക്കുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീകോം വാങ്ങിയ 84% ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത്. ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിലെ വ്യവസ്ഥ. ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് 7.2.2 പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് ഓഹരി വില നൽകുന്നത്. ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം IT വികസനത്തിന് ഫലപ്രദമായി ഈ ഭൂമി വിനിയോഗിക്കുക എന്നതാണ് സർക്കാർ കാണുന്നത്. അതിനാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടീകോം ചെലവാക്കിയ ലീസ് പ്രീമിയം തുകയായ 91,52,00,000 രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി ഓഹരി വില നൽകാവുന്നതാണ് എന്ന് ഫ്രെയിംവർക്ക് കരാറിൻ്റെ 19-ാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഫ്രെയിംവർക്ക് കരാറിൻ്റെ ഭാഗം എൻ്റെ അടുത്തുണ്ട്, ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണല്ലോ. ഇവിടെ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ടീകോമിന് തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് ഈ വ്യവസ്ഥയനുസരിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ്. ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത്. സ്മാർട്ട് സിറ്റിയിൽ ടീകോം നടത്തിയ നിക്ഷേപത്തിന് സ്വതന്ത്ര വിലയിരുത്തൽ പ്രകാരം മൂല്യനിർണ്ണയം നടത്തുകയും മടക്കി നൽകാൻ കഴിയുന്നത് സംബന്ധിച്ച ചർച്ചകൾ വഴി തീരുമാനമെടുക്കുകയും ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. ഇതാണ് അതിൽ നമുക്ക് വ്യക്തതയുണ്ടാകേണ്ട കാര്യം. എന്തുകൊണ്ടാണ് ആർബിട്രേഷന് പോകാത്തത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇവിടെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ചകൾ മുഖേന പരിഹാരം കാണുന്നതിനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഭൂമി ഏറ്റെടുത്ത് IT വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക എന്താണ് സർക്കാർ കാണുന്നത്. ആർബിട്രേഷൻ നടപടി എത്ര കാലം എടുക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമൊക്കെ കൊച്ചിയിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ. ആർബിട്രേഷനിലേക്ക് പോയാൽ വർഷങ്ങളുടെ കാലതാമസം ഉണ്ടാകുമെന്നത് അത് സംസ്ഥാനത്തിൻ്റെ IT വികസനത്തിന് തടസ്സമായി വരും. ഈ ഭൂമിയിൽ IT വികസനം സാധ്യമാകാതെയുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ ഇതിൽ പരത്താൻ ശ്രമിക്കരുത്. നാടിൻ്റെ ഭാവിക്ക് ആവശ്യമായൊരു കാര്യമാണ് എന്നത് നാം കാണണം. നമുക്ക് വിവാദങ്ങളിലാണ് നല്ല രസം സാധാരണ ഉണ്ടാകുക, പക്ഷേ ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. IT-യുടെ വികസനത്തിന് കേരളത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഭൂമി. അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നാം കാണുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണിത് മാറുക.